അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ലബനനിലെ സായുധ സംഘടന ഹിസ്ബുള്ളയെ വിട്ടൊരു കളിയില്ല എന്ന് ഇറാൻ. ഹിസ്ബുള്ളയ്ക്ക് പൂർണ്ണ പിന്തുണ. തങ്ങളുടെ മരവിപ്പിച്ച സാമ്പത്തിക സ്വത്തുക്കൾ വിട്ടുനൽകണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും പ്രാദേശിക സഖ്യകക്ഷികളെ കൈവിടില്ല എന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഇറാൻ യുദ്ധത്തിൽ പുതിയ രൂപത്തിൽ ഹിസ്ബുള്ളയെ അവതരിപ്പിക്കുകയായിരുന്നു. യുദ്ധത്തിന് മുന്നേ ഹിസ്ബുള്ള ഇറാനിലെ പ്രത്യേക സംഘമെത്തി ഇസ്രയേലിനെതിരെ പരിശീലിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇസ്രയേൽ US സഖ്യത്തിന്റെ ഇറാൻ ആക്രമണത്തോടെ വീണ്ടും ശ്രദ്ധ നേടിയിരുന്നു. ലബനനിലെ ഷിയ രാഷ്ട്രീയ പാർട്ടിയും സായുധ സൈനിക വിഭാഗവുമായ ഹിസ്ബുള്ള വിവിധ പാശ്ചാത്യ രാജ്യങ്ങളുടെയും US അനുകൂല സഖ്യങ്ങളുടെയും പട്ടികയിൽ നിരോധിതമാണ്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ കനത്ത ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ ഹിസ്ബുള്ളയുടെ മുഴുവൻ നേതാക്കളും കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ ഗസ യുദ്ധം കഴിഞ്ഞ ഉടനെ ചരിത്രത്തിലില്ലാത്ത വിധം ഇറാൻ ഹിസ്ബുള്ളയെ പുനഃസംഘടിപ്പിച്ചു. IRGC മാതൃകയിൽ ഒറ്റ നേതൃത്വത്തിന് കീഴിലല്ലാതെ വിവിധ പ്രദേശങ്ങൾക്ക് പ്രത്യേകം കമാൻഡുകളാക്കിയാണ് ഹിസ്ബുള്ളയുടെ ഘടന മാറ്റിപ്പണിതത്. ഇതോടെ നേതൃത്വം കൊല്ലപ്പെട്ടാലും ഘടന കൃത്യമായി പ്രവർത്തിക്കും എന്ന ആ ഒരു കണക്കുകൂട്ടലുകളാണ് വിജയിച്ചത്. ഇത് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ശേഷം ഇസ്രായേൽ ഇനി എത്തുക ഇറാനിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിവിധ രാജ്യങ്ങളിലെ അനുകൂല കക്ഷികളെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു ഇറാൻ. ഹിസ്ബുള്ളയുടെ മിസൈൽ ശേഖരപ്പാടെ തകർത്തു എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞത്. എന്നാൽ ഇറാൻ യുദ്ധം ആരംഭിച്ചതോടെ നൂറുകണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ലബനനിൽ നിന്നും പറന്നുയർന്നു. വടക്കൻ ഇസ്രായേലിൽ വലിയ നാശനഷ്ടം ഉണ്ടായതോടെ ഇസ്രായേൽ കരസേന ലബനനിലെത്തി. ലബനനിലെ ഔദ്യോഗിക ഭരണകൂടം ഹിസ്ബുള്ളയ്ക്കെതിരാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാതെ ലബനനിൽ ആക്രമണം നിർത്തില്ല എന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യം ഭൂമി പിടിച്ചെടുത്തു. ബെയ്റൂത്ത് ഉൾപ്പെടെ ഇസ്രായേൽ തരിപ്പണമാക്കി 1000-ലേറെ സാധാരണക്കാരെ കൊന്നു. എങ്കിലും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം അവിടെ അവസാനിച്ചില്ല. 1982 സ്ഥാപിതമായ ഹിസ്ബുള്ളയുടെ ഏറ്റവും സജീവമായ മറ്റൊരു സായുധ ഏറ്റുമുട്ടലായിരുന്നു ഇസ്രായേൽ കരസേനയുമായി നടന്നത്. ഗസ വെടിനിർത്തൽ സാധ്യത വന്നതോടെ 2024 ഹിസ്ബുള്ളയെ പരിശീലിപ്പിക്കാൻ 100 സൈനിക ഉദ്യോഗസ്ഥർ ഇറാനിൽ നിന്നും ലബനനിൽ എത്തി എന്നാണ് ലബനൻ ഭരണകൂടത്തിന്റെ റിപ്പോർട്ട്. അവർ ഹിസ്ബുള്ള ഫൈറ്റർമാരെ പുനഃപരിശീലിപ്പിച്ചു, ആയുധങ്ങൾ എത്തിച്ചു. ഒരു സമയം ഇറാനെ ഹിസ്ബുള്ളയെ തിരിച്ചടിച്ചത് ഇസ്രായേലിന് വെല്ലുവിളി. ഇതോടെ പൂർണ്ണ ശ്രദ്ധ ഇറാനിലേക്ക് കൊടുക്കാനും സാധിച്ചില്ല. റഷ്യയുടെ പിന്തുണയും ഇതിനുണ്ടായിരുന്നു. അതേസമയം അമേരിക്കയുമായി നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കപ്പെടുകയാണ് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നും തർക്കവിഷയങ്ങളിൽ പലതിലും അനുകൂല തീരുമാനമായിട്ടുണ്ടെന്നും പറയുന്നു. എന്നാൽ ചില നിർണായക വിഷയങ്ങളിൽ അന്തിമ ധാരണയിൽ എത്തണം. വിവിധ രാജ്യങ്ങളിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക സ്വത്തുക്കൾ ആദ്യം തന്നെ വിട്ടുനിൽക്കണം എന്ന കർശന നിലപാടിലാണ് ഇറാൻ. ഈ ആവശ്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടായാൽ മാത്രമേ ചർച്ചകളുമായി മുന്നോട്ട് പോകൂ എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. US-മായുള്ള ചർച്ചകൾ തുടരുമ്പോഴും തങ്ങളുടെ പ്രാദേശിക സഖ്യകക്ഷികളെ ഒപ്പം നിർത്തുമെന്ന് ഇറാന്റെ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.